അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും അതും തള്ളിക്കളി അസംബന്ധാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. പിന്നെ വേറെ എന്താ പറയണ്ടേ? കോട്ടെ അയാൾ അവിടെ തന്നെ വന്നേണല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികരെല്ലാം ചേർത്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. ആരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുകയുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ PK ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന രണ്ടാളുടെയും സ്ഥിതി. അതുപോലെ തന്നെ G. സുധാകരൻ